അപ്പോൾ ഗൈസ് ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിനകത്ത് ചോദിച്ചാൽ എഡിറ്റിംഗ് ആപ്പ് ഏതെന്ന്. അപ്പം എഡിറ്റിംഗ് ആപ്പ് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗ്യാലറിയിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ഇങ്ങനത്തെ ലൈറ്റ് കൂട്ടാൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് കയറ്റാൻ സൗണ്ട് നമ്മൾ ട്യൂൺ പോലെ കയറ്റാൻ അങ്ങനത്തെ ഇഷ്ടം പോലെ സാധനങ്ങൾ. അപ്പോൾ അത് നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ ചെയ്യാം. പിന്നെ നമുക്ക് സൈസ് വലുതാക്കാനും ചെറുതാക്കാനും നമുക്ക് യൂട്യൂബിനനുസരിച്ചുള്ള സൈസ് മാറ്റാനും അങ്ങനത്തെ പിന്നെ ഒറിജിനൽ സൗണ്ട് ഓഫ് ചെയ്യാനും ഓണാക്കാനും അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇന്ന് കുറച്ച് 2-3 എഡിറ്റിംഗ് ആപ്സ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത്രയും ഒക്കെ മതി, ആവശ്യത്തിൽ ഇതൊക്കെ ധാരാളം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് നമ്മുടെ രീതിയിൽ കുറച്ച് ഇതാക്കിയൊക്കെ സെറ്റാക്കി എടുക്കാവുന്നതാണ്. അത്രയും നന്നായിട്ടില്ലെങ്കിലും അത്യാവശ്യം കുറച്ചൊക്കെ നന്നായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് കുറേ രീതിയിലും ഒക്കെ സെറ്റാക്കാം. ഇപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്നത് തംബ്നെയിൽ മേക്കറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി. അതിനകത്ത് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് കട്ട് വീഡിയോ മേക്കർ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അത് നമുക്ക് വോയിസ് ആയിട്ട് നമുക്ക് വോയിസ് കയറ്റാവുന്നതാണ്. പിന്നെ ഒറിജിനൽ സൗണ്ട് നമുക്ക് ഇതിനകത്തൊന്ന് മാറ്റാം. പിന്നെ വീഡിയോയിൽ വെച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാം, ഫ്ലിപ്പ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അങ്ങനത്തെ ടെക്സ്റ്റ് കയറ്റാം, സ്റ്റിക്കർ കയറ്റാം. പിന്നെ നമുക്ക് വേണ്ടാത്ത കാര്യം ഉണ്ടെങ്കിൽ അത് ബ്ലറാക്കി കളയാം. അങ്ങനത്തെ ഇഷ്ടം പോലെ ആപ്പുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഫോട്ടോസ് സ്ലൈഡ് ഷോ വിൻഡോ എന്ന് പറഞ്ഞൊരു അത് നമുക്ക് ഫോട്ടോസ് വീഡിയോ ആക്കുന്ന ഒരു ആപ്പാണ്, മ്യൂസിക്കൊക്കെ കയറ്റി വെച്ച്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന നമുക്ക് ഇഷ്ടാനുസരണം ഫോട്ടോസ് കയറ്റാം. ഇതുപോലത്തെ ഒരു സെയിം ആപ്പ് ഇനി അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസ് ഇഷ്ടം പോലെ കയറ്റാൻ പറ്റും. പിന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റാം. പിന്നെ ഇതിനകത്ത് പാട്ട് കൂടുതലും ട്യൂൺ പോലത്തെ കൂടുതലും. പിന്നെ ഇതിനകത്ത് നമുക്ക് യൂട്യൂബ് സ്റ്റാറ്റസ് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ. അത് നമ്മുടെ സൈസാണ്. പിന്നെ താഴെ കുറേ വന്നിരിക്കുന്നത് നമുക്ക് ഇതിലൂടെ വീഡിയോയിൽ കയറ്റാൻ പറ്റുന്ന സാധനങ്ങളാണ് താഴെ കുറേ വന്നിരിക്കുന്നത്. പിന്നെ ഇമേജസ് പിന്നെയും കയറ്റാം. തീമുണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, മ്യൂസിക് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഫോട്ടോസ് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് അറേഞ്ച് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ രണ്ടാമത് ഇപ്പം തീം എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോസ് എങ്ങനത്തെ രീതിയിൽ മൂവ് ചെയ്യണം അങ്ങനെ ഒരു ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള കുറേ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. പിന്നെ താഴെ ഫോട്ടോ സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞൊരു ഇത് വരുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കളയാം. അവസാനം ഈ വീഡിയോ എല്ലാം സെറ്റാക്കിയിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് റിമൂവ് വാട്ടർമാർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ആഡ് കണ്ട് അല്ലെങ്കിൽ നോ താങ്ക്സ്. അപ്പം വാട്ടർമാർക്ക് വെക്കാൻ വേണമെങ്കിൽ അല്ലേ കളയാം. 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. MB80 എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഇപ്പോൾ ഇനിയും അടുത്തായിട്ട് വരുന്നത്. അതും ഫോട്ടോസ് സ്ലൈഡ് ഷോ മേക്കർ എന്ന് പറഞ്ഞാൽ ആ ഒരു സെയിം സാധനത്തിൻ്റെ ക്വാളിറ്റീസാണ് ഇതിൽ കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ മാക്സിമം 8 ഫോട്ടോസ് വരുത്തുള്ളൂ. മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാം. ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അളവ് സെറ്റ് ചെയ്യാനുള്ളൊരു ഇത് വരുന്നുണ്ട്. അഡ്ജസ്റ്റ് മാനുവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ കയറി വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ ഇത്ര ആപ്പേ കയറ്റുന്നുള്ളൂ. പിന്നെ വീഡിയോ റിവേഴ്സിങ് ആപ്പുണ്ട്, വീഡിയോ സ്പീഡ് ആക്കുന്ന ഒരു ആപ്പുണ്ട്, പിന്നെ വീഡിയോ മെർഗർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ 3-4 വീഡിയോസ് ഉണ്ടെങ്കിൽ അതൊന്നിച്ചൊറ്റ ഒരു ഇതാക്കാൻ വേണ്ടി സൈഡായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ പേര് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നും ഇത് ഇടുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത്രയും ആപ്പാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ആപ്പും സെയിം സാധനമാണ് കാണിക്കുന്നത്, ടെക്സ്റ്റൊക്കെ വെച്ച്. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന ആപ്പുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.